Hi all. Good afternoon and welcome back. ഇന്ന് നമ്മൾ abnormal psychologyയുടെ question paper discussion and free revision class ആണ്. ഇന്നലെ നമ്മൾ ഡെവലപ്മെന്റ് ചെയ്തു. ഡെവലപ്മെന്റ് കുറച്ചുകൂടി ഉണ്ട്. പക്ഷെ ഇപ്പൊ അബ്നോർമൽ സോഷ്യലോ ആണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ. അതാണല്ലോ രണ്ട് ഫസ്റ്റ് എക്സാം ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. 1-2 പേര് അയച്ചു തന്നിട്ടുണ്ട്. ആരാണെന്നൊന്നും അറിയില്ല. താങ്ക് യു സോ മച്ച്. ഇപ്പൊ നമുക്കൊരു 5 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം കേട്ടോ. 2023 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. അപ്പം നിങ്ങൾ 2023 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 2 മാർക്സ് ക്വസ്റ്റ്യൻ. ഡിപ്രഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഡിപ്രഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ക്ലിനിക്കിലൊക്കെ ഇരിക്കും ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരവസ്ഥയാണ് ഡിപ്രഷൻ. അപ്പൊ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും സങ്കടാവസ്ഥയാണെന്ന വിചാരം. അല്ല, ഒരിക്കലും ഡിപ്രഷൻ ഒരു സങ്കടാവസ്ഥയല്ല, ഒരു മരവിച്ച അവസ്ഥയാണ്. മെയിൻ ആയിട്ടും ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്, പിന്നെന്താണ്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പ്ലെജറബിൾ ആക്ടിവിറ്റീസും സൂയിസൈഡൽ തോട്ട്സും. അതായത് ജീവിതത്തോട് ഒരു പ്രതീക്ഷ ഇല്ലാതിരിക്കുക, ഹോപ്പ്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, ത്തോടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, പ്ലഷറബിൾ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഇപ്പൊ ഒട്ടും താല്പര്യമില്ല. അത് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പ്ലഷറബിൾ ആക്ടിവിറ്റീസ്. അത് കുളിയും നനയും വരെ കുറയാം. പിന്നെ സൂയിസൈഡൽ തോട്ട്സും സിംറ്റം ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് ഡിപ്രഷൻ. നമ്മൾ ഏത് രോഗം ഉണ്ടെങ്കിലും ഡിപ്രഷൻ ഉണ്ടോന്ന് റൂൾ ഔട്ട് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിന്റെ കേസിൽ ഡിപ്രസീവ് തോട്ട്സ് ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യാറുണ്ട്. ന്യൂറോ വെജിറ്റേറ്റീവ് സയൻസ് നോക്കിയിട്ട് തന്നെ റൂൾ ഔട്ട് ചെയ്യാം. എക്കോലാലിയ, ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിൻഡ്രം, ഡെലൂഷൻ. ഡെലൂഷൻ ചിലത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ചിലത് ഞാൻ ക്ലാസ് എടുക്കുമ്പോ പറഞ്ഞു. ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിസോഫ്രീനിയയുടെ സിംറ്റമാണ്. എന്താണ് ഡെലൂഷൻ? ഫോൾട്ടി അൺഷേക്കബിൾ ബിലീഫ്. ഇത് ഓർത്ത് വെച്ചാൽ മതി. ഫോൾട്ടി അൺഷേക്കബിൾ ബിലീഫ്, അതായത് തെറ്റായിട്ടുള്ള അവര് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ബിലീഫിന്. ഒത്തിരി ഡെലൂഷൻ ഉണ്ട്. ഗ്രാൻഡിയോസ്, പെർസിക്യൂട്ടറി. ഗ്രാൻഡിയോസ് എന്താണ്? ഞാൻ വലിയ സംഭവമാണെന്നുള്ളത് പറയും അല്ലേ? എനിക്ക് കുതിരാട്ടത്തെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നേ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പൊന്നും മനസ്സിലാവില്ല കേട്ടോ പുള്ളിക്കാരന്റെ ഡെലൂഷൻ ഉണ്ടെന്ന്. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സ്കീസോഫ്രീനിയ ആയിരുന്നു കേട്ടോ. അപ്പൊ കുറച്ച് തുടങ്ങും. മോളെ എനിക്കെന്നെ അറിയോ, എന്റെ ലവറാ കോഴിക്കോട് കമ്മീഷണർ, മോളെ പഠിപ്പിച്ച ഞാനാ. ഇന്ന് തുടങ്ങും. ചെറിയൊരു പയ്യനാ, 13 വയസ്സുള്ള, എന്നെ മോളെ എന്നൊക്കെ വിളിക്കാം. അപ്പൊ അതാണ് ഫോൾട്ടി അൺഷേക്കബിൾ ബിലീഫ്. വൺ ഓഫ് ദി പ്രോമിനന്റ് സിംപ്റ്റം ഓഫ് സ്കീസോഫ്രീനിയ ആണ് ഡെലൂഷൻ. റെക്കറന്റ് എപ്പിസോഡ്, എറോട്ടമാനിയ, കൊക്കെയിന്, സ്കിസോ എഫക്റ്റീവ് ഡിസോർഡർ, സെഡേറ്റീവ്, മൈൽഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുടെ കേസിൽ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, അതുപോലെ പ്രൊഫൗണ്ടിന്റെ IQ ലെവൽ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളോണ്ടോ. എന്റെ ബുക്കിൽ എവിടെയോ ഉണ്ട്, ഞാൻ ഇട്ടുതരാം. അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളോണ്ടോ കേട്ടോ. എലോജിയ, മേജർ ഡിപ്രസീവ് ഡിസോർഡർ വിത്ത് മെലൻകോളിക് ഫീച്ചേഴ്സ്. ഇത്രയുമാണ് 2 മാർക്സിന് വന്നിട്ടുള്ളത്. ഇനി 5 മാർക്കിനോ, എക്സ്പ്ലെയിൻ ദ കോസൽ ഫാക്ടർ ഓഫ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. ID, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? മെന്റൽ റിട്ടാർഡേഷൻ. DSM-5 മുതലാണ് ID എന്നുള്ള വന്നത്. അതായത് ആവറേജ് താഴെയാണ് നമ്മുടെ IQ, ഇന്റലിജൻസ് കോഷ്യന്റ് ഉണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ഇന്റലക്ച്വലി ഡിസേബിൾഡ് എന്ന് വിളിക്കുക. 4 സിവിയാരിറ്റി ലെവലാണുള്ളത്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട്. ഈ 4 മെൻഷൻ ചെയ്യണം, ബിക്കോസ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, വാട്ട് ഇസ് ദ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഫോർ ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ? ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ, ക്ലിനിക്കൽ പിക്ചർ ഒക്കെ ചോദിച്ചാല് എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഇൻട്രഡക്ഷൻ കൊടുക്കുക, പിന്നെ എന്താണ് അതിന്റെ സിംറ്റംസും കാര്യങ്ങളും കൊടുക്കാം. നോക്കിക്കാൻ ശ്രദ്ധിക്കണേ. ഏതൊരു രോഗത്തിന്റെയും പിന്നെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ അല്ലെങ്കിൽ DSM-5 ആണ് ക്ലിനിക്കൽ പിക്ചർ. അതായത് DSM-5 അല്ല, DSM-5 പ്രകാരമുള്ള, ഒരു മിനിറ്റ് ആരൊക്കെ ജോയിൻ ആവണ്ടേ, ക്രൈറ്റീരിയ ആണ് എഴുതേണ്ടത്. സോ എപ്പോഴും ക്ലിനിക്കൽ പിക്ചർ നമുക്ക് അത് പഠിച്ചു വെക്കാൻ പറ്റൂല. അപ്പം ഒരു 2 എണ്ണമൊക്കെ പഠിച്ചു വെക്കുക. പക്ഷെ ഇൻട്രഡക്ഷൻ കൊടുക്കണം, അതുപോലെ തന്നെ ക്രൈറ്റീരിയ കൊടുക്കണം. ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ചുമ്മാ മെൻഷൻ ചെയ്തിടുന്നു, അത്രയും നല്ലത്.
ഇനി ഡിസ്കംസ് ഓപ്പിയം ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്, ആൽക്കഹോൾ ആൻഡ് അതർ സെഡേറ്റീവ്സിൽ വരുന്നതാണ്. സോറി, ഫസ്റ്റ് ചാപ്റ്റർ ആൽക്കഹോൾ ആൻഡ് പടത്തിന്റെ പേര്, ഒരു മിനിറ്റ്, സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ, അതിൽ വരുന്ന കേട്ടോ ആൽക്കഹോളും അതർ സൈക്കോട്ടിക്സ്. ഇനി explain the clinical picture of alcohol related disorder. Again, alcohol related disorder clinical picture എന്ന് വെച്ചാൽ DSM criteria ആണ് ചോദിക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് എഴുതാൻ പറ്റില്ല, പക്ഷെ ഇൻട്രൊഡക്ഷൻ നിർബന്ധമാണ്. ഒന്നോ രണ്ടോ ക്ലിനിക്കൽ പിക്ചർ എങ്കിലും വൃത്തിക്ക് എല്ലാ ഡിസോർഡറിനും പഠിച്ചു വെക്കണം. ഒരു എക്സ്ക്യൂസും അതിൽ ഇല്ല. ഞാൻ എപ്പോഴും എയും ഫസ്റ്റ് വണ്ണും ലാസ്റ്റ് വണ്ണാണ്, ലാസ്റ്റ് മൂന്നെണ്ണം വളരെ എളുപ്പമാണല്ലോ, അതുമാണ് പഠിച്ചു വെക്കാൻ പറയുന്നത്. ഡിസ്കസ് പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ പറഞ്ഞുതരാം കേട്ടോ. Explain the clinical description of autism spectrum disorder. Autism spectrum disorder na clinical picture ചോദിച്ചിട്ടുണ്ട്. Explain DSM-5 criteria of ADHD, attention deficit hyperactivity disorder. കണ്ടോ, ക്ലിനിക്കൽ പിക്ചറും അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഏത് ഡിസോർഡറേയും ചോദിക്കാം, നമുക്ക് പറയാൻ പറ്റൂല. എല്ലാത്തിന്റെയും രണ്ടോ മൂന്നോ എണ്ണം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഇനി പഠിച്ചു വെക്കാൻ പറ്റാത്ത പക്ഷം ആ രോഗത്തിനെ പറ്റി നിങ്ങൾക്ക് അറിയുന്ന എല്ലാം എഴുതി വെച്ചോളാം. എന്തെങ്കിലുമൊക്കെ മാർക്ക് നിർബന്ധമായിട്ടും കിട്ടും. ഇനി എസ്സേ ക്വസ്റ്റ്യൻ ആണ്. കോസൽ ഫാക്ടേഴ്സ് ഓഫ് സ്കീസോഫ്രീനിയ ആണ് 10 മാർക്കിൽ ചോദിച്ചത്. കോസൽ ഫാക്ടർ 10 മാർക്കിൽ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ സ്കീസോഫ്രീനിയ എന്താണ്, അതിന്റെ ടൈപ്സ്, പിന്നെ എല്ലാ കാര്യങ്ങളും, പിന്നെ കോസൽ ഫാക്ടർ ഉണ്ട്. കോസൽ ഫാക്ടർ അത്യാവശ്യം എന്നാലും സ്കീസോഫ്രീനിയ ടൈപ്സും എഴുതിയിട്ട് മാത്രം എഴുതാം. സ്കീസോഫ്രീനിയനെ സംബന്ധിച്ചിടത്തോളം 2 ക്ലാസ്സിലായിട്ട് വളരെ വിശദമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. സോ ഒരു എസ്സേ എന്തായാലും സ്കീസോഫ്രീനിയയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ അതിനുള്ള ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഡിഫറൻഷിയേറ്റ് യൂണിപോളാർ ഡിപ്രസീവ് ഡിസോർഡർ ഫ്രം ബൈപോളാർ ആൻഡ് റിലേറ്റീവ് ഡിസോർഡർ, മൂഡ് ഡിസോർഡറിൽ വരുന്നതാണ്. ഇതിന് MSc-കാർക്ക് എടുത്തൊരു ക്ലാസ് ഉണ്ട്. MSc ഈ ഒരു സബ്ജക്ട് ഉണ്ട്, സൈക്കോപാത്തോളജി എന്ന് പറഞ്ഞിട്ട് സെയിം ആണ്. സോ അത് ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാൻ ഇട്ടുതരാം. അപ്പൊ സ്കീസോഫ്രീനിയും മൂഡും കംപ്ലീറ്റ്ലി എന്റെ കയ്യിൽ ഫ്രീ ക്ലാസ് ആയിട്ടുണ്ട്. സോ അത് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി 2022 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സൈക്കോസിസ് മാനിയ. മൂഡ് എലിവേറ്റ് ചെയ്ത് കിടക്കുക, അതായത് എക്സ്ട്രാ ഓർഡിനറി എനർജി, ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരിക്കുന്ന, അതായത് ഡിപ്രഷന് നേരെ ഓപ്പോസിറ്റ് ആണ്. നോർമലിന് നമ്മുടെ മൂഡ് താഴത്തേക്ക് പോകുന്നതാണ് ഡിപ്രഷൻ എങ്കിൽ ഭയങ്കരമായിട്ട് എനർജി ആയിരിക്കും, നമ്മൾ ഭയങ്കര അഡ്വഞ്ചറസ് ആവും, എല്ലാ കാര്യങ്ങളും കാട്ടിക്കൂട്ടുന്ന ആ ഒരു അവസ്ഥയാണ് മാനിയ എന്ന് പറയുന്നത്. റിലാപ്സ് ഉണ്ട്, ഒരു രോഗം മാറി വീണ്ടും തിരിച്ചു വരുന്ന അവസ്ഥയ്ക്കാണ് റിലാപ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു മാനസിക പ്രശ്നമോ രോഗമോ വന്നോ അത് ചികിത്സിച്ച് ഭേദമാക്കി കഴിഞ്ഞാലും അയാളുടെ സൈക്കോ സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സ് ഒക്കെ വിപരീതമായിട്ട് കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിലാപ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് രോഗം വന്ന് മാറിയ ശേഷം വീണ്ടും തിരിച്ചു വരുന്നതിനെയാണ് എന്തെന്ന് പറയാ, റിലാപ്സ് എന്ന് പറയുന്നത്. സെൽഫ് സ്റ്റിമുലേഷൻ, സബ്സ്റ്റൻസ് അബ്യൂസ്, ഹാലൂസിനോജൻസ്. എന്താണ് ഹാലൂസിനോജൻസ്? ഹാലൂസിനേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഡ്രഗ്സിനെയാണ്, മരിവാനൊക്കെ പോലെയുള്ള ഹാലൂസിനേഷൻ ഉണ്ടാക്കുന്ന ഡ്രഗ്സിനെയാണ് ഹാലൂസിനോജൻ എന്ന് പറയുന്നത്. പോസ്റ്റ്പാർട്ടം ബ്ലൂസ്. പോസ്റ്റ്പാർട്ടം ബ്ലൂസ് ആണ് എല്ലാവരിലും കണ്ടെത്താട്ടോ. പോസ്റ്റ്പാർട്ടം ബ്ലൂസ് അത് ചികിത്സിക്കാതെ ഇടുകയും വൾണറബിലിറ്റി ഒക്കെ ഉണ്ടാകുമ്പോഴാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്ക് വരിക. എന്താണ് പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറയുന്നത്? നമ്മളെപ്പോഴും സാധാരണയായിട്ട് കണ്ടുവരുന്നതാട്ടോ. നിങ്ങളൊക്കെ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടയും ഒരു കാര്യമാണ്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ, അതായത് ഫീമെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? യൂട്രസ് ആണ്, നമ്മുടെ യൂട്രസ് ആണ്. അപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ കുട്ടിക്കും കൂടി വേണമല്ലോ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ. സോ ഈ യൂട്രസ് ഈ പണി നടത്തിയിട്ട് പ്ലസന്റ, നമ്മുടെ കുട്ടിക്ക് വളർച്ചയ്ക്ക് വേണ്ടി ഒരു താൽക്കാലികമായിട്ട് ഉണ്ടാവുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് പ്ലസന്റ. മറുവില്ല എന്നൊക്കെ പറയല്ലോ പ്ലസന്റ. അപ്പൊ ഗർഭിണി ആയിരിക്കുമ്പോൾ യൂട്രസ് ഈ പണി അങ്ങോട്ട് നിർത്തും. എന്ത്? ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഉണ്ടാക്കുന്നത്. അപ്പൊ മുതൽ ആരാണ് ഈ പണി ഏറ്റെടുക്കുക? നമ്മുടെ പ്ലസന്റയാണ് ഏറ്റെടുക്കുക. അപ്പൊ പ്ലസന്റയാണ് ശരീരത്തിന് വേണ്ട ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ ഉണ്ടാക്കുന്നത്.
അപ്പൊ അതായത് കുഞ്ഞ് പുറത്തോട്ട് വന്ന ഉടനെ തന്നെ പ്ലസന്റയും പുറത്തോട്ട് വരും. പിന്നെ പ്ലസന്റയുടെ ആവശ്യമില്ല, കുഞ്ഞിന് ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ കുഞ്ഞ് വന്ന പാടെ പ്ലസന്റയും പുറത്തോട്ട് വരും. അപ്പൊ എന്ത് സംഭവിക്കും? ഈസ്ട്രജനും പ്രൊജസ്ട്രോണും സ്റ്റീപ്പലി താഴത്തേക്ക് പോകും. അതായത് ഇല്ലാത്ത അവസ്ഥ, അതായത് ഹോർമോൺസ് ഇല്ലാത്ത അവസ്ഥയായിരിക്കും. അപ്പൊ നമുക്ക് ഒത്തിരി മൂഡ് സ്വിങ്സും സങ്കടവും ഒക്കെ വരും. ശരിക്കും അതിന്റെ ആയുസ് എന്ന് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് അടുത്ത ഓവുലേഷൻ ആകുമ്പോഴത്തേക്ക് വീണ്ടും പടി തുടങ്ങും. അപ്പോഴേക്കും എന്താണ് മാറിപ്പോവാറുണ്ട്. പക്ഷേ ഓൾറെഡി എന്തെങ്കിലും ജനറ്റിക് വൾണറബിലിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രീഡിസ്പോസിങ് ഫാക്ടർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്കും പോസ്റ്റ്മോർട്ടം സൈക്കോസിസിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും സൈക്കോസിസിലും പോകുമ്പോൾ ഒന്നെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ കുഞ്ഞിനെ കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള സാധ്യതയാണ്. പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹോർമോണൽ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ് ആണ്. അത് നോർമലി അടുത്ത ഓവുലേഷൻ, അതായത് ഓവറി പണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അത് ലെവലായിട്ട് പോകാറുണ്ട്. പക്ഷെ എല്ലാരിലും അതുണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഗർഭിണിയായിരിക്കുമ്പോഴും ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നതാണ്. എനിക്കിപ്പോഴും ഓർമ്മ 5th സെം ആണ് ഞാൻ എടുത്തോണ്ടിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു പ്രസവിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാലോ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്തൊക്കെയാ, സോ എനിക്ക് ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ബിക്കോസ് ഇതിനെ പറ്റി എല്ലാം എനിക്കറിയാം. എന്റെ പ്ലസന്റ റിമൂവ് ആവും, ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഉണ്ടാവില്ല, സോ ഐ വിൽ ബി ഓൺ എ പോസ്റ്റ്മോർട്ടം ബ്ലൂസ്. പക്ഷെ എനിക്ക് അറിയുന്നതിനെ കൂടെ എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്റെ പൊന്നിടാവേ, ഐ വാസ് സ്ട്രഗ്ലിംഗ്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബിക്കോസ് മൈ ഹസ്ബൻഡ് വാസ്, ഏറ്റവും കൂടുതൽ നമുക്ക് ആ സമയത്ത് വേണ്ടത് നമ്മുടെ ഹസ്ബൻഡിന്റെ പ്രസൻസ് ആണ് കേട്ടോ. പിന്നെ മതിയായിട്ടുള്ള ഉറക്കം. മിക്കപ്പോഴും കുഞ്ഞ് ഉറങ്ങാത്തതുകൊണ്ട് അമ്മയ്ക്ക് മതിയായ ഉറക്കം കിട്ടാത്തത് കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കാറുണ്ട്. മതിയായ ഉറക്കം, നല്ല ഭക്ഷണം, ഡയറ്റ് അനുസരിച്ചുള്ള ഭക്ഷണം, പിന്നെ ഹസ്ബൻഡിന്റെ പ്രസൻസ് ഒക്കെയാണ് ഈ ഒരു ബ്ലൂസിൽ നിന്ന് കരകയറും. ബിക്കോസ് ഓഫ് ദ COVID-19 ആ ഒരു പാൻഡമിക് സമയത്തായിരുന്നു. സോ ഹി കുഡന്റ് കം ബാക്ക് ഫ്രം അബ്രോഡ്, സോ ഐ വാസ് അലോൺ. സോ ഐ വാസ് ഹാവിങ് ലോട്ട്സ് ഓഫ് പ്രോബ്ലംസ് റിഗാർഡിംഗ് ദിസ് പോസ്റ്റ്മോർട്ടം ബ്ലൂസ്. ഞാൻ നേരെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയാണ്. ഞാൻ പ്രസവിച്ച് 10-12 ദിവസം ഉള്ളപ്പോൾ മുതൽ ഞാൻ വീണ്ടും സൈക്കോസ്റ്റിയുടെ ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓക്കെ ആയത്. സോ എപ്പോഴും നമുക്ക് അറിയാതെ വെച്ച് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഒന്നെങ്കിൽ രാത്രി നമുക്ക് എന്തെങ്കിലും ഉറക്കമൊഴിയാണെങ്കിൽ പകല് കുഞ്ഞിനെ ആരെങ്കിലും നോക്കുകയും, ഇപ്പോഴൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പോയി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഈ പ്രസവരക്ഷ ഏറ്റവും നല്ലത് അതാ. കാരണം ഈ ആളുകൾ കാണാൻ വരിക, ജഡ്ജ് ചെയ്യുക, കുഞ്ഞു കറുത്തിട്ടാണല്ലോ മെലിഞ്ഞിട്ടാണല്ലോ വാപ്പനെ പോലാണല്ലോ വെയിറ്റ് ഇല്ലല്ലോ, ഇങ്ങനത്തെ ഉള്ളതൊക്കെ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഇറിറ്റേഷൻ ആണ്. ഏറ്റവും നല്ലത് ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും കൊണ്ടിട്ട് ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോവുക, മതിയായിട്ടുള്ള ഉറക്കം, അതായത് അമ്മ ഉറങ്ങുന്ന സമയത്ത് കുഞ്ഞിനെ ആരെങ്കിലും നോക്കുക, ആ രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ ഒത്തിരി നമുക്ക് പോസ്റ്റ്മോർട്ടം ബ്ലൂസിനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി. ഓക്കെ ആണോ? പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്താണെന്ന് ഇത് വെറും സിലബസ് എന്തോ അത് മാത്രം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. പോസ്റ്റ്മോർട്ടം ബ്ലൂസ് ആണോ? യെസ് മാം. അതെ, അതായത് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഡെലിവറി പ്ലസന്റ് റിമൂവ് ആവുകയും ആ സമയത്ത് ഹോർമോണൽ വ്യതിയാനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സ്, അതിനെയാണ് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയുന്നത്. ഒരു ഈ പറയുന്ന പോലെ തന്നെ ഹെൽപ്ലെസ്നെസ്സും ഹോപ്പ്ലെസ്നെസ്സും ഒക്കെ ഉണ്ടാവും ആ സമയത്ത്. നമുക്ക് പീരിയഡ്സിന്റെ സമയത്ത് ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സിന്റെ ഒരു തീവ്രത കൂടിയ ഇനം എന്താണ്. ഓക്കെ ആണോ? എനിക്ക് തോന്നുന്നു മൂഡ് ഡിസോർഡറിന്റെ അകത്ത് അത് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ നോട്ട് അബ്നോർമൽ ടെക്സ്റ്റിലുണ്ട്, ഞാൻ വിട്ടുതരാം കേട്ടോ. ഇനി മോഡറേറ്റ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. കേട്ടോ, ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുടെ ഏതെങ്കിലും സിവിയറോ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഐഡിയ എന്താണെന്ന് ആദ്യം എഴുതാം, എന്നിട്ട് മോഡറേറ്റ് എന്താണെന്ന് എഴുതാം കേട്ടോ. സ്കിസോഫ്രീനിഫോം ഡിസോർഡർ, നാർക്കോട്ടിക്സ്, ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ എന്താണ്? ഡിസ്ലെക്സിയ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആണ്. അതായത് പഠനത്തില്, അതായത് ഐക്യു ഒക്കെ നോർമൽ കുട്ടികളെ പോലെ ആയിരിക്കും, പക്ഷെ പഠനത്തിന്റെ ഏതെങ്കിലും 1-2 മേഖലയിൽ സാരമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇതിനെയാണ് ലേണിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടിക്ക് ഐക്യു ഒക്കെ സാധാരണ കുട്ടികളെ പോലെയാണ്, പക്ഷെ എഴുതാൻ അറിയില്ല, അല്ലെങ്കിൽ വായിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ മാത്സിൽ സീരിയസ് പ്രോബ്ലം, ചെറിയ ചെറിയ പ്രോബ്ലം അല്ല, സീരിയസ് പ്രോബ്ലം ആണ്. ഇതിനെയാണ് നമ്മൾ ലേണിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. ലേണിംഗ് ഡിസോർഡർ 3 ടൈപ്പ് ആണ്. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ. ഈ ഗ്രാഫ് വെച്ച് ഞാൻ പഠിപ്പിച്ചില്ല. ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എഴുതാനുള്ള, ഗ്രാഫ് ഓർക്കുക, വരയ്ക്കാൻ. അപ്പൊ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ, ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എഴുതാനുള്ള ബുദ്ധിമുട്ട്, ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ വായിക്കാനുള്ള ബുദ്ധിമുട്ട്, ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ അരിത്തമാറ്റിക്സ്
മാത്സ് കാൽക്കുലേഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. രണ്ട് കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. അവരുടെ IQ ഒക്കെ സാധാരണ കുട്ടികളെ പോലെ ആയിരിക്കും, പക്ഷേ ലേണിംഗിന്റെ ഏരിയയിൽ മാത്രം സാരമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവുന്നതിനാണ് ലേണിംഗ് ഡിസോർഡർ. ലേണിംഗ് ഡിസോർഡർ 3 ടൈപ്സ് ആണ്. ഡിസ്ലെക്സിയ, എന്താണ് റൈറ്റിംഗിലുള്ള ബുദ്ധിമുട്ട്, വായിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്, റീഡിങ്ങില് ഡിസ്ലെക്സിയ. ഡിസ്ഗ്രാഫിയ, എഴുത്തിലുള്ള ബുദ്ധിമുട്ട്. ഡിസ്കാൽക്കുലിയ, മാത്സിലുള്ള ബുദ്ധിമുട്ട്. പോസിറ്റീവ് സിംറ്റംസ് ചോദിച്ചിട്ടുണ്ട്. പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ സ്കിസോഫ്രീനിയയിൽ വരുന്നതാണ്. സ്കിസോഫ്രീനിയ ഉള്ള സമയത്ത് അതായത് നോർമലിൽ നിന്ന് എലിവേറ്റ് ചെയ്ത് നിൽക്കുന്ന സിംറ്റത്തിനെയാണ് പോസിറ്റീവ് സിംറ്റം. അതായത് ഉള്ള സംസാരം കൂടി, ഉള്ള കാര്യങ്ങളൊക്കെ കൂടി, ഇപ്പം ഹാലുസിനേഷൻ, ഡെലൂഷൻ, ഡിസോർഗനൈസ്ഡ് സ്പീച്ച്, കാറ്റോണിക് ബിഹേവിയർ, അതൊക്കെ പോസിറ്റീവ് ആണ്. ഉള്ളതിൽ നിന്നും കുറഞ്ഞിട്ട് പോവാ. അതായത് ആദ്യമുള്ള സംസാരം കുറഞ്ഞു, ആദ്യമുള്ള വൃത്തിയൊക്കെ കുറഞ്ഞു, അങ്ങനെ ഉള്ളത് കുറഞ്ഞു പോകുന്ന സിംറ്റംസ് ആണ് നെഗറ്റീവ് സിംറ്റംസ്. നമ്മുടെ ഫ്രീ വീഡിയോയില് വിശദമായിട്ട് പോസിറ്റീവ് സിംറ്റംസിനെ നെഗറ്റീവ് സിംറ്റംസിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? എക്സ്പ്ലെയിൻ ദ ഒറിജിൻസ് ഓഫ് സ്കിസോഫ്രീനിയ കൺസ്ട്രക്ട്. സ്കിസോഫ്രീനിയയുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ആണ് ചോദിക്കുന്നത്. ഡിസ്കസ് ദ ക്ലിനിക്കൽ ഫീച്ചർ ഓഫ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ADHD റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. ADHD റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ സബ് ടൈപ്സ് ഓഫ് സ്കിസോഫ്രീനിയ? ഞാൻ പറഞ്ഞല്ലോ, സ്കിസോഫ്രീനിയ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. നിങ്ങൾ ആ 2 വീഡിയോ കാണുകയാണെങ്കിൽ, 3 വീഡിയോ, സ്കിസോഫ്രീനിയയുടെ 2 വീഡിയോ, മൂഡ് ഡിസോർഡർ വിട്ടുതരും. അത് കാണുകയാണെങ്കിൽ 10-15 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും മേടിച്ചു. പിന്നെ എക്സ്പ്ലെയിൻ ദ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഓഫ് സൈക്ലോത്തീമിക് ഡിസോർഡർ. ഈ വരുന്ന ഫ്രീ ക്ലാസ്സിലുണ്ട് കേട്ടോ, ഇന്നിപ്പം ഇടുന്ന ഫ്രീ ക്ലാസ്സിൽ. ഡിഫറൻഷിയേറ്റ് സ്റ്റിമുലൻസ് ഫ്രം സെഡേറ്റീവ്സ്. സെഡേറ്റീവ്സ് നമ്മളെ ഉണർത്തുന്നതാണ് സ്റ്റിമുലൻസ്. നമ്മളെ ഒന്ന് ഉറക്കുന്ന രീതിയിലുള്ള ഡ്രഗ്സ് ആണ് സെഡേറ്റീവ്സ് കേട്ടോ. എക്സ്പ്ലെയിൻ ദ ക്ലിനിക്കൽ പിക്ചർ ഓഫ് കണ്ടക്ട് ഡിസോർഡർ. ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ചെറുപ്പകാലത്ത്, അതായത് 15 വയസ്സിലെ താഴെ പ്രായമുള്ള സമയത്ത് കാണിക്കുന്ന ആന്റി സോഷ്യൽ ബിഹേവിയർ, അതായത് കളവ് പറയുക, സെക്ഷലി ആരെങ്കിലും അബ്യൂസ് ചെയ്യുക, പൊതുമുതൽ നശിപ്പിക്കുക, ഭയങ്കര റിബലായിട്ട് നിൽക്കുക, ഇതൊക്കെയാണ് കണ്ടക്ട് ഡിസോർഡർ. അതായത് 18 വയസ്സിന് മുന്നേ ഉള്ള ഒരു ആന്റി സോഷ്യൽ ക്യാരക്ടറിനെയാണ് 18 വയസ്സ് കഴിഞ്ഞാൽ അത് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടാണ് ഡയഗ്നോസ് ചെയ്യാറുള്ളത്. ഇനി ഡിസ്കസ് ദ DSM-5 ക്രൈറ്റീരിയ ഫോർ ഡെലൂഷണൽ ഡിസോർഡർ. ഇത് നോക്കിക്കേ. എക്സ്പ്ലെയിൻ ദ കോസൽ ഫാക്ടർ ഇൻ ആൽക്കഹോൾ അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസ്. ആൽക്കഹോൾ അബ്യൂസും ഡിപ്പെൻഡൻസിന്റെ കോസൽ ഫാക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ ടൈപ്പ് ഓഫ് മൂഡ് ഡിസോർഡർ. ഞാൻ പറഞ്ഞല്ലോ, സ്കിസോഫ്രീനിയെന്നോ മൂഡെന്നോ ഒരു എസ്സേ നിങ്ങൾക്ക് ഉറപ്പാണ്. ഒരു എസ്സേക്കുള്ള മാർക്ക് ഞാൻ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് മേടിച്ച്. ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി 2021 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. 21 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കേ. ഡെലൂഷൻസ് ചോദിച്ചിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ചോദിച്ചിട്ടുണ്ട്, സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ, ടോളറൻസ്, ആംഫെറ്റാമിന്, ഈഗോ ഡിഫെൻസീവ് മെക്കാനിസം, കോഗ്നിറ്റീവ് ട്രയാഡ്. CBT ട്രീറ്റ്മെന്റിൽ വരുന്നതാണ് കോഗ്നിറ്റീവ് ട്രയാഡ്. ജസ്റ്റ് പറഞ്ഞല്ലോ. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ വരുന്നതാണ് കോഗ്നിറ്റീവ് ട്രയാഡ്. അതായത് നമ്മുടെ ഇമോഷൻസും തോട്ട്സും, ഇത് വേണമെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇമോഷൻസും തോട്ട്സും ബിഹേവിയറും കണക്ട് ആണ് എന്നാണ് CBT പ്രകാരം പറയുന്നത്. പ്രൗഡ്ലി സെയിം ഐ എം എ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിസ്റ്റ്. ഞാൻ ചെയ്യുന്ന തെറാപ്പി കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ്. ഇപ്പൊ ഞങ്ങൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പറയുന്നത്, ഒരാൾക്ക് മാനസിക പ്രശ്നം വരാൻ കാരണം അയാളുടെ ഇറാഷണൽ തോട്ടാണ് എന്നാണ്. അതായത് നമ്മുടെ ചിന്തയും ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസും ബിഹേവിയറും കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. ഇതാണ് കോഗ്നിറ്റീവ് ട്രയാഡ്. ഫോർ എക്സാമ്പിൾ, ഒരു ഇവന്റ് പറയാണ്. നമ്മുടെ ക്ലാസ്സിലേക്ക് കയറി വന്നപ്പോ നമ്മുടെ 2 ഫ്രണ്ട്സ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ കണ്ടപ്പം സംസാരം നിർത്തി. ഇതാണ് ഇവന്റ്. അപ്പൊ വരുന്ന തോട്ട് നോക്കിക്കേ. അവരെന്താ എന്നെ കണ്ടപ്പോ സംസാരം നിർത്തിയത്? ഞാൻ ഒന്നിനും കൊള്ളായിട്ടാണോ? എന്നെ അവർ ഒറ്റപ്പെടുത്താണോ? എന്നെ അവർ മൈൻഡ് ചെയ്യൂലേ? ഞാൻ ഒറ്റപ്പെട്ടു പോവോ? എന്തിനു ജീവിക്കുക? ഇങ്ങനെയാണ് തോട്ട് വരുന്നതെങ്കിൽ ഇമോഷൻസ് എന്തായിരിക്കും? ദേഷ്യം, സങ്കടം. ബിഹേവിയർ എന്തായിരിക്കും? അവരോട് ദേഷ്യം പിടിക്കുക, ഒച്ചത്തിൽ സംസാരിക്കുക, വാതിലടയ്ക്കുക, പഠിക്കാതിരിക്കുക. കണ്ടോ? 3ഉം തമ്മിൽ കണക്റ്റഡ് ആണ്. നേരെ മറിച്ച് തോട്ട് ഇങ്ങനെ ഐറ്റികൾ ഇങ്ങനെ തന്നെ വരദൂഷണാണ്, അല്ലെങ്കിൽ വേണ്ട, അവരെന്തോ സംസാരിച്ചു, എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഞാൻ ഇപ്പൊ എന്താ ചിന്തിക്കുന്നത്. ഇങ്ങനെയാണെങ്കിലോ നമുക്ക് ഇമോഷണൽ ബിഹേവിയറും ഇതനുസരിച്ച് പോസിറ്റീവ് ആണ് വരിക.
സോ നമ്മുടെ തോട്ട്സ് ആണ് നമ്മുടെ ഇമോഷന്റെയും ബിഹേവിയറിന്റെയും കാരണം. അതായത് ഇത് മൂന്നും കണക്റ്റഡ് ആണ് എന്നാണ് CBT പറയുന്നത്. ഇതാണ് കോഗ്നിറ്റീവ് ട്രയാഡ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഒരു മാനസികമായ പ്രശ്നമായിട്ട് വരുന്നവരെ ഇപ്പൊ പേസ്റ്റ് വന്നു പോയിട്ടേ ഉള്ളൂ, ഈ ആഴ്ചത്തെ CBT വർക്ക്ഷീറ്റ്സ് ആണ്. അപ്പം അവരുടെ തോട്ട് നമ്മൾ കറക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. കണ്ടോ, നമ്മൾ അവരുടെ തോട്ട്, അതായത് ചിന്താഗതി മാറ്റിക്കും. കുറെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ CBT. അതിലൂടെ അവരുടെ തോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ ഇമോഷനിലും ബിഹേവിയറിലും വ്യത്യാസം വരും. ഓക്കെ ആണോ? CBT പ്രിൻസിപ്പിൾ ആണ് കോഗ്നിറ്റീവ് ട്രയാഡ്. ആസ്പെർജർ സിൻഡ്രം ചോദിച്ചിട്ടുണ്ട്, ഡൗൺ സിൻഡ്രം, ട്രൈസോമി 21 എന്ന് പറയും. നമ്മുടെ 21 ക്രോമസോം എക്സ്ട്രാ വരുന്ന അവസ്ഥയാണ് ഡൗൺ സിൻഡ്രം. 21st ക്രോമസോം ഒന്ന് അധികം വരിക, ആ അവസ്ഥയാണ് ഡൗൺ സിൻഡ്രം. ട്രൈസോമി 21 എന്നുള്ള പേരുണ്ട്. ഇന്റലക്ച്വൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, അവരുടെ ബോഡി ഷേപ്പിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. വിശദമായിട്ട് എപ്പിഡെമിയോളജി. ഇനി നോക്കിക്കേ, ഹാലൂസിനേജൻസ് ചോദിച്ചിട്ടുണ്ട്. പാരനോയിഡ് സ്കിസോഫ്രീനിയ മാത്രം എടുത്ത് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സ്കിസോഫ്രീനിയ എന്താണെന്നും അതിന്റെ ടൈപ്സ് മെൻഷൻ ചെയ്ത ശേഷം പാരനോയിഡ് വിശദമായിട്ട് എഴുതാ. യൂണിപോളാർ ഡിസോർഡർ. യൂണിപോളാർ ഡിസോർഡറിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലും പറയാണ്, യൂണിപോളാറിൽ ഡിപ്രഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ബൈപോളാർ എന്ന് പറയുമ്പോൾ ഡിപ്രഷനും ഉണ്ടാവും, മാനിയയും ഉണ്ടാവും. ഡിപ്രഷന് മുന്നോ ശേഷമോ മാനിയ കാണിക്കുകയാണ്. കോസൽ ഫാക്ടേഴ്സ് ഓഫ് ലേണിംഗ് ഡിസോർഡർ. എന്തുകൊണ്ടൊക്കെ ലേണിംഗ് ഡിസോർഡർ വരാം? ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനറ്റിക്സ് ഉണ്ട്, ഇപ്പൊ പ്രസവിച്ച ഉടനെയുള്ള കരച്ചിൽ ഇല്ലാതിരിക്കുക, അങ്ങനെ ഡെവലപ്മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ലേണിംഗ് ഡിസോർഡർ വരാം. ADHD ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട്, നന്നായിട്ട് പഠിച്ചോളാട്ടോ. ക്ലിനിക്കൽ പിക്ചർ ഓഫ് കണ്ടക്ട് ഡിസോർഡർ, കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് ഓഫ് ഡിപ്രഷൻ ചോദിച്ചിട്ടുണ്ട്. ഡിപ്രഷന്റെ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് ആട്ടോ ചോദിച്ചിട്ടുള്ളത്. CBT അല്ലെങ്കിൽ കോഗ്നിറ്റീവ് പ്രകാരം എങ്ങനെയാണ് ഡിപ്രഷൻ വരുന്നത്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ് ഓഫ് സ്കിസോഫ്രീനിയ. ഓക്കെ ആണോ? ഓക്കെ ആണോ? കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് എന്താ എഴുതണ്ടേ? അത് നമ്മുടെ സ്കിസോഫ്രീനിയയുടെ ക്ലാസ്സിലുണ്ട്, കോസൽ ഫാക്ടറിൽ വരുന്നുണ്ട് കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് കേട്ടോ. കോഗ്നിറ്റീവ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, എലാബറേറ്റ് ഓൺ ദ കോസൽ ഫാക്ടർ ഓഫ് സ്കിസോഫ്രീനിയ. Discuss clinical picture of alcohol related disorder. Examine symptoms of bipolar mood disorder and mention its etiology. കണ്ടോ, സ്കിസോഫ്രീനിയ എന്നും മൂടുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താ എസ്സേയിൽ പ്രതീക്ഷിക്കാം. അപ്പൊ ആ 3 വീഡിയോസ് അരിച്ച് പെറുക്കി കണ്ട് പഠിച്ചോളാം കേട്ടോ. അല്ലെങ്കിൽ 5 മാർക്കിനെങ്കിലും ചോദിക്കും. മെൻഷൻ ദ ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഇതാണ് 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഇനി 2020 ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നമുക്ക് നോക്കാം. 2 മാർക്കിന് എക്കോലാലിയ, ഹാലുസിനോജൻ, പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ, വിഡ്രോവൽ സിംറ്റംസ്. അതായത് ഡ്രഗ് അഡിക്റ്റ്, ഭയങ്കരമായിട്ട് ഡ്രഗ് അഡിക്ഷൻ ഉള്ളവര് അത് നിർത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്തുകയാണ്. അപ്പൊ സ്ഥിരം എന്താണ്, ഒരു ബെഗ് അടിച്ചിലേക്ക് കൈ വരയ്ക്കുക. നിങ്ങൾ നീന സിനിമ കണ്ടിട്ടുണ്ടോ? നീന സിനിമ ലാൽ ജോസിന്റെ ഒരു പഴയ പടമാണ്. നീന സിനിമയിൽ ശരിക്കും വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്നുണ്ട്. അതായത് അഡിക്ഷൻ ഉള്ളവര് അത് നിർത്തിക്കഴിയുമ്പോൾ, പെട്ടെന്ന് നിർത്തുമ്പം അവരുടെ ബോഡി റിയാക്ട് ചെയ്യും, അവർ മെന്റലി ഭയങ്കരമായിട്ട് പ്രോബ്ലമാറ്റിക് ആവും. അത്തരത്തിലുള്ള സിംറ്റംസ്, അതായത് അഡിക്ഷൻ ഉള്ള ഒരു ഡ്രഗ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പം ഉണ്ടാവുന്ന സിംറ്റംസിനെയാണ് വിഡ്രോവൽ സിംറ്റംസ്. ഡിസീനസ്, ഹാലൂസിനേഷൻ, അതുപോലെ തന്നെ വോമിറ്റിങ്, നോസിയ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം അല്ലെങ്കിൽ FAS. അമ്മ ഗർഭിണിയായിരിക്കെ മദ്യപിക്കുമ്പോൾ കുട്ടിക്ക് വരുന്ന അസുഖം, അതായത് കുഞ്ഞിനെ വയറ്റുള്ളപ്പോൾ അമ്മ മദ്യപിക്കുമ്പോൾ കുട്ടിക്ക് ഉണ്ടാവുന്ന അസുഖമാണ് ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം. ഈഗോ ഡിഫൻസ് മെക്കാനിസം, അതായത് ഈഗോ ഉപയോഗിക്കുന്ന ഡിഫൻസ് മെക്കാനിസം അല്ലെ. ഈഗോ എന്താണെന്ന് അറിയാം, ഈഗോ സൂപ്പർ ഈഗോ. അതായത് ഈഗോ റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഇഡിനെയും സൂപ്പർ ഈഗോയെയും തടഞ്ഞു നിർത്താൻ വേണ്ടി ഡിഫൻസ് മെക്കാനിസം ഈഗോ ഉപയോഗിക്കുന്നുണ്ട്. അതിനെയാണ് ഈഗോ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഫസ്റ്റ് മുതൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. പ്രൊജക്ഷൻ, സബ്ലിമേഷൻ, റിയാക്ഷൻ ഫോർമേഷൻ പോലെയുള്ളതാണ് ഈഗോ ഡിഫൻസ് മെക്കാനിസം. ഡോപ്പമിൻ ഹൈപ്പോത്തസിസ്, ഡിസ്തീമിക് ഡിസോർഡർ, ഡിസ്കാൽക്കുലിയ. കണ്ടോ, ഡിസ്കാൽക്കുലിയ മാത്സിനോടുള്ള പ്രശ്നമാണ് ലേണിംഗ് ഡിസോർഡർ. മരിവാന, കഞ്ചാവ്. LSD
നമ്മുടെ ഡ്രഗിൽ പെടുന്നതാണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ് ഓഫ് സ്കിസോഫ്രീനിയ അഗെയിൻ ആൻസർ ക്വസ്റ്റ്യൻ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ് ചോദിച്ചിട്ടുണ്ട്. ബൈപോളാർ, ഡെലൂഷണൽ ഡിസോർഡർ. എന്തോ LSD വെക്കുന്ന ഡ്രഗ് ഇല്ലേ, LSD ലൈസോജിക് എന്തോ പേരാ, ഞാൻ പറഞ്ഞുതരാം. എടാ നാക്കിന്റെ അടിയിൽ ഒട്ടിച്ചെക്കുന്ന ഒരു ഡ്രഗ് സ്റ്റിമുലന്റ് ആണ്. പറഞ്ഞുതരാം. കോസ് ഓഫ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് ഓഫ് ഡിപ്രഷൻ അഗെയിൻ ചോദിച്ചിട്ടുണ്ട്. സ്റ്റിമുലൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് സബ് ടൈപ്സ് ഓഫ് സ്കിസോഫ്രീനിയ, അതിന്റെ ക്ലിനിക്കൽ പിക്ചേഴ്സ്, അതുപോലെ തന്നെ ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡറിന്റെ ക്ലിനിക്കൽ പിക്ചർ, എറ്റിയോളജി ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് യൂണിപോളാർ മൂഡ് ഡിസോർഡേഴ്സ്, ക്ലിനിക്കൽ പിക്ചർ ഓഫ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഫസ്റ്റ് ചാപ്റ്റർ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ ആണ്. ആൽക്കഹോൾ യൂസ് ഡിസോർഡറിന്റെ ക്രൈറ്റീരിയ ഒത്തിരി പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. Clinical picture of alcohol related disorder. Alcohol effects on the brain, development of alcohol dependence, physical effect of chronic alcohol use, psychosocial effect of alcohol abuse and dependence എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഈ ഡ്രഗ് അബ്യൂസിലാണ് LSD വരുന്നത്. കണ്ടോ, സ്റ്റിമുലൻസ് ആയിട്ട് വരുന്നത് കൊക്കൈനും ആംഫിറ്റാമിനും ആട്ടോ. ശ്രദ്ധിക്കണേ, സ്റ്റിമുലൻസ് കൊക്കൈനും ആംഫിറ്റാമിനും ആണ് മെയിൻ ആയിട്ടും വരുന്നത്. സെഡേറ്റീവ് ആയിട്ട് വരുന്നത് മെത്താഫെറ്റാമിനും ബാർബിറ്റുറേറ്റ് ആണോ. സെഡേറ്റീവ് ആയിട്ട് മെത്താഫെറ്റാമിനും ബാർബിറ്റുറേറ്റ് ആണ് സെഡക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. കേട്ടോ, വൺസ് വൈഡ്ലി യൂസ്ഡ് ബൈ ഫിസിഷ്യൻ ടു കാം പേഷ്യന്റ് ആൻഡ് ഇൻഡ്യൂസ് സ്ലീപ്പ്. ഉറക്കി കിടത്താൻ അല്ലെങ്കിൽ ആളെ കാമാക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് സെഡേറ്റീവ്സ്. ഓക്കെ, ഹാലൂസിനോജൻസ് ഏതൊക്കെയാണ്? എക്സസീവ് മരിവാനയാണ്. മരിവാന നമ്മുടെ കഞ്ചാവ്, അതായത് ഹാലൂസിനേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഡ്രഗ്സ് ആണ്. പിന്നെ വരുന്നത് സ്കിസോഫ്രീനിയ ആൻഡ് അതർ സൈക്കോട്ടിക് ഡിസോർഡർ ആണ്. യെസ്, ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് DSM ക്രൈറ്റീരിയ ആണ്. മൊത്തത്തിൽ പഠിക്കാൻ പറ്റില്ല, 1, 2, 3 നിർത്തിക്ക് പഠിച്ച് വെക്കാം. സ്കിസോഫ്രീനിയുടെ ഒക്കെ പഠിച്ചു വെച്ചോളൂ. ADHDയുടെയും അറ്റൻഷൻ ഡെഫിസിറ്റിന്റെയും അതുപോലെ തന്നെ ഓട്ടിസത്തിന്റെ ഒക്കെ പഠിച്ചു വെച്ചോളൂ. പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് കേട്ടോ. സ്കിസോഫ്രീനിയ ആണെങ്കിൽ സ്കിസോഫ്രീനിയുടെ ഹിസ്റ്ററി, അതിന്റെ ഡയഗ്നോസിസ് ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ വീഡിയോയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിന് കൂടുതൽ വിശദമായിട്ട് പറയുന്നില്ല കേട്ടോ. ഈ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഞാൻ ഫ്രീ ക്ലാസ് ആയിട്ട് അവൈലബിൾ ആക്കുന്നുണ്ട് കേട്ടോ. മൂഡ് ഡിസോർഡറും അതുപോലെ തന്നെ നമ്മുടെ സ്കിസോഫ്രീനിയ കേട്ടോ. ഇനി ഡെവലപ്മെന്റൽ ഡിസോർഡറിലാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ്. ജസ്റ്റ് ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് സിംഗിൾ മോസ്റ്റ് പ്രോബ്ലം ഓഫ് ചിൽഡ്രൻ. സൈക്കോളജിസ്റ്റിനെയൊക്കെ എടുക്കുക, 2 കാര്യങ്ങൾ. ഒന്ന്, അവർക്ക് തീരെ അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഒരിടത്ത് അവർ ഇരിക്കൂല, ഇങ്ങനെ കളിക്കും. അവർക്ക് ഒത്തിരി എനർജി ഉണ്ടാവും, അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അതായത് ഒരു ശ്രദ്ധയുണ്ടാവില്ല, അവർക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റൂല, എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കണം. ഓക്കെ, attention deficit disorder with the hyperactivity is the single most common problem of children born to psychologists. It affects about 6% of children if using the DSM criteria and is diagnosed 3 times more often in boys than girls. കണ്ടോ, നമ്മുടെ 6% കുട്ടികൾക്ക് ഉണ്ട്, 3 മടങ്ങ് ആൺകുട്ടികൾക്കാണ് ഇത് കണ്ടുവരുന്നത്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ വിത്ത് ഹൈപ്പർ ആക്ടിവിറ്റി ആണ് ADHD.
3 subtypes are defined in DSM-5. ADHDക്ക് 3 സബ്ടൈപ്പുകളാണ് DSM-5 പറയുന്നത്. Inattention alone, hyperactivity alone, or the combined syndrome. ഒന്നുകിൽ attention മാത്രം കുറവ് അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി മാത്രം. മൂന്നാമത്തത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള, ചിലപ്പോൾ അറ്റൻഷൻ കുറവ് മാത്രമാവാം, ചിലപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി മാത്രമാവാം, ചിലപ്പം രണ്ടും കൂടിയും വരാം. അതാണ് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി disorder. ADHD run in families. Close relative of those with ADHD have 2 to 8 times greater risk of being diagnosed with the same condition. കണ്ടോ, കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ 8 മടങ്ങ് അധികം സാധ്യത ഉണ്ട് ആ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവർക്കും ADHD വരാൻ. Twin studies show high heritability for ADHD. Twin studiesൽ പറയുന്നുണ്ട് ADHDക്ക് നല്ല heritability ഉണ്ട്. നോക്കിക്കേ, ADHD is not classified as a learning disability despite the fact that it can greatly handicap a student at school. കണ്ടോ, ADHD ഉള്ള കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിട്ടല്ല അവർക്ക് പഠനത്തിൽ, ADHD ഉള്ള കുട്ടികൾക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റൂല, സോ ദേ cannot study. സോ അതുകൊണ്ട് തന്നെ സ്കൂളിംഗിൽ നല്ല പ്രോബ്ലംസ് കാണിക്കാറുണ്ട്. ലേണിംഗ് ഡിസോർഡർ ആർ ഹൈലി സെലക്റ്റീവ് എഫക്റ്റീവ് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലേണിംഗ്. ADHD is less selective. കണ്ടോ, ADHD സെലക്റ്റീവ് ആണ്, അത് മൊത്തത്തിൽ ബാധിക്കാണ് അറ്റൻഷനെയും ഹൈപ്പർ ആക്ടിവിറ്റിയെയും. നേരെ മറിച്ച് ലേണിംഗ് ഡിസബിലിറ്റി ബാക്കിയൊക്കെ ഓക്കെ ആയിരിക്കും, പഠനത്തിൽ മാത്രമായിരിക്കും ബുദ്ധിമുട്ട്. A person with a learning disability may do perfectly well in all areas of school except one. കണ്ടോ, എല്ലാ കാര്യത്തിലും അവർ ഉഷാറായിരിക്കും, ഒരു ഏരിയയിൽ, ഒന്നിൽ മാത്സിലാവാം, അല്ലെങ്കിൽ മ്യൂസിക്കിലാവാം, റീഡിംഗിലാവാം, റൈറ്റിംഗിലാവാം. With ADHD, the disorder seems to involve active focusing itself. ADHD ഇതെല്ലാത്തിനെയും ബാധിക്കും, വെറും എഴുത്ത് വായനല്ല, എല്ലാ മേഖലയിലെയും ബാധിക്കും. Characterized by inattention and hyperactivity or impulsivity ആണ് ADHD എന്ന് പറയും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ADHD കേസിൽ നിങ്ങൾ ക്രൈറ്റീരിയ എന്തായാലും പഠിച്ചു വെച്ചോ കേട്ടോ. പിന്നെ ഈ DEB അങ്ങനെയുള്ള 2-3 പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കാം. 3 മേജർ ടൈപ്സ് ഓഫ് ADHD എന്തായാലും എഴുതി വെക്കണം. എന്താണ്? ഒന്ന് അറ്റൻഷൻ ഓൺലി, ഒന്ന് ഹൈപ്പർ ആക്ടിവിറ്റി ഓൺലി, ഒന്ന് കമ്പൈൻഡ് ടൈപ്പ്. പിന്നെ സിംറ്റംസ്, മെയിൻ ആയിട്ട് സിംറ്റംസ് ഇൻഅറ്റന്റീവ്നെസ് ആണ്, അറ്റൻഷൻ തീരെ കൊടുക്കൂല, സാധനങ്ങളെ കൊണ്ട് കളയാ, ഹാവിങ് എ ഷോർട്ട് അറ്റൻഷൻ സ്പാൻ ആൻഡ് ബീങ് ഈസിലി പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആയി പോകും, കെയർലെസ് മിസ്റ്റേക്കുകൾ ഉണ്ടാക്കും, സ്കൂൾ വർക്കിലൊക്കെ എപ്പോഴും ഫോർഗെറ്റ്ഫുൾ ആയിരിക്കും, സാധനങ്ങൾ കൊണ്ട് കളയും, അണേബിൾ ടു സ്റ്റിക്ക് ടു ടാസ്ക്, ഒരു ടാസ്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല, അപ്പിയറിംഗ് ടു ബി അണേബിൾ ടു ലിസൺ ടു ക്യാരി ഔട്ട് ഇൻസ്ട്രക്ഷൻസ് ഒന്നും ക്യാരി ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല, കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് ആക്ടിവിറ്റി ഓർ ടാസ്ക്, ഹാവിംഗ് ഡിഫിക്കൽട്ടി ഓർഗനൈസിങ് ടാസ്ക് ഓർഗനൈസ് ചെയ്യാൻ, ഈ അറ്റൻഷൻ ഇല്ലാത്തതിനെ കൂടെ ഒന്നും ഓർഗനൈസ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റി, അതൊന്നും ചെയ്തില്ല, വെറുതെ കൈകാലിട്ട് അടിക്കും, അതാണ് കോൺസ്റ്റന്റ്ലി ഫിഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അണേബിൾ ടു സിറ്റ് സ്റ്റിൽ എസ്പെഷ്യലി ഇൻ കാം ആൻഡ് ക്വയറ്റ് സറൗണ്ടിങ്, ഒരു കാം ആൻഡ് ക്വയറ്റ് സറൗണ്ടിങ് പോലും അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ബീങ് അണേബിൾ ടു കോൺസെൻട്രേറ്റ് ഓൺ ടാസ്ക്, എക്സസീവ് ഫിസിക്കൽ മൂവ്മെന്റ്സ് അവർ കാണിക്കും, എക്സസീവ് ടോക്കിംഗ്, ബീങ് അണേബിൾ ടു വെയിറ്റ് ഫോർ ദിയർ ടേൺ, ഒരു വെയിറ്റ് ചെയ്യാൻ കാത്തുകാരെന്ന് അവരെ കൊണ്ട് പറ്റില്ല. ആക്ടിങ് വിത്തൗട്ട് തിങ്കിങ് ആണ്, ഇന്ററപ്റ്റിംഗ് കോൺവെർസേഷൻസ്, അതായത് ചിന്തിക്കാതെ പ്രവർത്തിക്കുക, ഒരു കോൺവെർസേഷൻ ഇന്ററപ്റ്റ് ചെയ്യുക, ലിറ്റിൽ ഓർ നോ സെൻസ് ഓഫ് ഡേഞ്ചറിനെ പറ്റിയൊന്നും പേടിയേ ഇല്ല. These symptoms can cause significant problem in a child's life, such as അണ്ടർ അച്ചീവ്മെന്റ് ഉണ്ടായിരിക്കും അറ്റ് സ്കൂൾ, പുവർ സോഷ്യൽ ഇന്ററാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ കാരണം അവർക്ക് സമൂഹമായിട്ട് ഇടപഴകാനോ സ്കൂളിൽ ഒന്നും നല്ല രീതിയിൽ കൊണ്ടുപോകാനോ പറ്റത്തില്ല. അപ്പൊ ADHD സംബന്ധിച്ചിടത്തോളം 10 മാർക്കിന് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ 5 മാർക്കിനാണെങ്കിൽ കുറച്ചുകൂടെ ചുരുക്കാം, ഈ ഇൻട്രഡക്ഷൻ കുറച്ചുകൂടി ചുരുക്കാം. ഇൻട്രഡക്ഷൻ എഴുതാ, ക്രൈറ്റീരിയ എഴുതാ, ടൈപ്സ് എഴുതാ, സിംറ്റംസും എഴുതാം. പറ്റുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ് ഒന്നുമല്ല, പേരുകൾ മാത്രം, സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലൻസ് ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കാം, പിന്നെ സൈക്കോതെറാപ്പിയും കൊടുക്കാം, അതുപോലെ തന്നെ ബിഹേവിയർ തെറാപ്പി കൊടുക്കാം, സോഷ്യൽ സ്കിൽ ട്രെയിനിങ്. പേരുകൾ മാത്രമെങ്കിലും മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഫുൾ മാർക്ക് ഷുവർ ആണ്. എല്ലാത്തിന്റെയും ട്രീറ്റ്മെന്റിന്റെ പേരുകളെങ്കിലും പഠിച്ചു വെക്കുക. ഇത് വെറുതെ എഴുതി വെച്ചാൽ അപ്പോൾ ടീച്ചർ കാണുമ്പോൾ എന്താ, ആ കുട്ടി ട്രീറ്റ്മെന്റ് വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മാർക്ക് വരാൻ സാധിക്കും. ഓക്കെ ആണോ? അതിന്റെ ട്രീറ്റ്മെന്റ് മാത്രമായിട്ട് എടുത്ത് ചോദിക്കൂലോ ഒന്നിന്റെ?
സാധ്യത വളരെ കുറവാണ്. ബട്ട് ഞങ്ങൾ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ്ലി പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. ഓക്കെ ആണോ? കോസൽ ഫാക്ടേഴ്സ് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ ആണോ? ഇനി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന്റെ ഇൻട്രഡക്ഷൻ മാത്രം പറഞ്ഞുതരാം. നമുക്ക് സമയം വളരെ പരിമിതമാണ്, കാരണം നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ആക്കുന്നത് കൊണ്ടുകൂടിയാണ് കേട്ടോ. അപ്പോൾ ഓട്ടിസം എപ്പോഴും 2 മാർക്കിനും അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിച്ചു കാണാറുണ്ട്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഇസ് എ കണ്ടീഷൻ റിലേറ്റഡ് ടു ബ്രെയിൻ ഡെവലപ്മെന്റ് ദാറ്റ് ഇമ്പാക്ട് ഹൗ പേഴ്സൺ പെർസീവ് ആൻഡ് സോഷ്യലൈസ് വിത്ത് അതേഴ്സ്. കണ്ടോ, അവർക്ക് പെർസീവ് ചെയ്യാനും സോഷ്യലൈസ് ചെയ്യാനും പറ്റൂല, ഐ കോണ്ടാക്ട് കൊടുക്കാൻ വരെ പറ്റത്തില്ല, കോസിംഗ് problems in social interaction and communication. The disorder also include limited and repetitive patterns of behavior. അവർക്ക് ലിമിറ്റഡ് പാറ്റേൺസ് ആയിരിക്കും ബിഹേവിയറിൽ, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് ബിഹേവിയർ അവർ കാണിക്കുള്ളൂ, അതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കാണിക്കും. The term spectrum in autism spectrum disorder refer to a wide range of symptoms and severity. പണ്ട് ഓട്ടിസവുമായി ബന്ധപ്പെട്ട ഒത്തിരി ഡിസോർഡേഴ്സ് ഇങ്ങനെ പല പല പേരുകളിലായിട്ടുണ്ടായിരുന്നു. DSM-5 ആയപ്പോൾ ഇതിനൊക്കെ കൂടെ ഒരു കൊടക്കയിൽ കൊണ്ടുവന്നിട്ട് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന പേര് വിളിക്കുകയാണ് ചെയ്തത്. നോക്കിക്കേ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഇൻക്ലൂഡ് കണ്ടീഷൻ ദാറ്റ് വർ പ്രീവിയസ്ലി കൺസിഡർ സെപ്പറേറ്റ്. പണ്ട് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്ന ഓട്ടിസം, ആസ്പെർജർ സിൻഡ്രം, ചൈൽഡ്ഹുഡ് ഡിസഇന്റഗ്രേറ്റീവ് ഡിസോർഡർ, അൺസ്പെസിഫൈഡ് ഫോം ഓഫ് പെർസ്യൂസീവ് ഡെവലപ്മെന്റ് ഡിസോർഡർ, ഇതൊക്കെ പണ്ട് ഓരോന്നായിരുന്നു. പിന്നെ ഇതൊക്കെ ഓട്ടിസത്തിന്റെ സിവിയാരിറ്റി ഡിഫറൻസ് ആണെന്ന് പറഞ്ഞ് എല്ലാം കൂടി ഒരു അംബ്രല്ലന്റെ അണ്ടറിൽ കൊണ്ടുവന്നു. ഇപ്പൊ എന്താണ്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് അറിയപ്പെടുന്നത്. Some people still use the Asperger syndrome, which is generally thought to be the mild end of autism spectrum. ഓട്ടിസത്തിന്റെ മൈൽഡിനെ ആണ് ആസ്പെർജർ സിൻഡ്രം എന്ന് വിളിക്കുന്നത്. ഇപ്പോഴും ഓട്ടിസത്തിന് ആസ്പെർജർ സിൻഡ്രം എന്ന് വിളിക്കുന്നവര് ഉണ്ട്. ഓക്കെ ആണോ? ഇനി ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് തന്നെ ഒരു മേഖലയിലും ഹൈ ആയിട്ടുള്ള കഴിവുണ്ടാവും. അതിനെയാണ് 7th സിൻഡ്രം എന്ന് പറയുന്നത് കേട്ടോ. 7th സിൻഡ്രം ഇതുകൂടി മെൻഷൻ ചെയ്തുകൊണ്ട് അണ്ടർലൈൻ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതായത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളവർക്ക് തന്നെ ഒരു മേഖലയിൽ, നിങ്ങൾക്ക് സുഖേതന അറിയായിരുന്നു, പണ്ട് ഐഡിയ സ്റ്റാർ സിംഗർ അല്ല ഓട്ടിസ്റ്റിക് അനുഷ്ഠ നന്നായിട്ട് പാട്ട് പാടും. 7th, അതിനെയാണ് 7th സിൻഡ്രം എന്ന് പറയുന്നത്. അറിയോ സുഖേതൻ? പണ്ട് ഐഡിയ സ്റ്റാർ സിംഗർ ഒക്കെ ഉള്ള സമയത്ത് നന്നായിട്ട് പാടപ്പെട്ട, പക്ഷെ ആള് ഓട്ടിസ്റ്റിക് ആണ്. അങ്ങനെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളവർക്കും എന്ത് വരും, ഒരു മേഖലയിൽ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഉണ്ടാവും. അതിനെയാണ് 7th സിൻഡ്രം എന്ന് പറയും. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? വരും. ഇനി ലാസ്റ്റ് പറയാൻ പോകുന്നത് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ ആണ്. സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ ക്യാൻ അഫക്ട് എ ചൈൽഡ്സ് എബിലിറ്റി ടു അക്വയർ ആൻഡ് അപ്ലൈ റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് മാത്സ് സ്കിൽ. കേട്ടോ, സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ എന്നാണ് വിളിക്കുന്നത്. പഠനത്തിന്റെ ഒരു മേഖലയിൽ അവർക്ക് സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നതിനെയാണ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ. Signs of learning disorder usually become apparent when a child begins preschool or elementary school and encounters difficulty with one or more the core areas of learning, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് മാത്സ്. ഒരു എലിമെന്ററി സ്കൂളിലൊക്കെ എത്തുമ്പോഴാണ് എഴുതാനും വായിക്കാനും പോലും അറിയുന്നില്ല. ഇപ്പം ഞങ്ങളുടെ ക്ലിനിക്കിൽ LD നമ്മൾ അസസ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്ന് അസസ്മെന്റ് നമ്മൾ നടത്താറുണ്ട്. നമ്മുടെ ഇന്റേൺഷിപ്പിന് വരുന്ന കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് എങ്ങനെയാണ് ലേണിംഗ് ഡിസബിലിറ്റി അസസ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു പ്രധാന പ്രശ്നമുണ്ട്, കോവിഡ് കാരണം ബേസ് പോയ കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി പോലെ കാണിക്കാറുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ടുള്ള പ്രോപ്പർ ട്രെയിനിങ്ങും കൊടുത്ത് നല്ല ശ്രദ്ധയും കൊടുത്തിട്ടും കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബേസ് പ്രോബ്ലം ഉള്ള കുട്ടികൾക്കും ലേണിംഗ് ഡിസബിലിറ്റിയുടെ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. ഈ 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒക്കെ ഓൺലൈനായി പോയിട്ട് 3ൽ നല്ലത് അക്ഷരം പോലും വായിക്കാനും എഴുതാനും അറിയില്ല. അത് ലേണിംഗ് ഡിസബിലിറ്റി അല്ല. പ്രോപ്പർ ട്രെയിനിങ്ങും കെയറും ഒക്കെ കൊടുത്ത് നോക്കിയിട്ടും എഴുതാനും വായിക്കാനും മാത്സ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അതാണ് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി. Early signs that a child might have a learning disorder that relate to language or difficulty making rhymes. Rhymings പറയാൻ ബുദ്ധിമുട്ട്, അസോസിയേറ്റിംഗ് സൗണ്ട് വിത്ത് സിമ്പിൾസ്. സൗണ്ട് സിമ്പിൾസുമായിട്ട്, സിമ്പിൾസ് മനസ്സിലാവാൻ, സൗണ്ട് മനസ്സിലാവാൻ സിമ്പിൾസ്
ഉപയോഗിക്കുക. ആൻഡ് സീക്വൻസിങ് ടുഗദർ സൗണ്ട് ഇൻ കറക്റ്റ് ഓൺ. അവർ സീക്വൻസ് ചെയ്തിട്ട് ആ സീക്വൻസിൽ അവർക്ക് ലേണിംഗ് ഡിസബിലിറ്റിയുള്ള കുട്ടികൾക്ക് നമ്മൾ ലെറ്റേഴ്സ് ഒക്കെ വെച്ചു കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് ഇവിടെ ലേണിംഗ് ഡിസബിലിറ്റി നിങ്ങൾക്ക് ഫാസ്റ്റ് വെൽനസിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മൾ കാർഡ് വെച്ചിട്ടാണ്. ഇപ്പൊ ഡി കാണിച്ച കുട്ടിക്ക് അറിയില്ല, എഫ് കാണിച്ചിട്ട് കുട്ടിക്ക് അറിയില്ല, പക്ഷെ നേരത്തെ വെച്ചിട്ടുള്ള ABCD എന്നൊക്കെ പറയും. അതൊക്കെയാണ് സീക്വൻസ് മാത്രം മനസ്സിലാക്കാൻ പറ്റുക. അതായത് എഴുത്തിലും വായനയിലും അല്ലെങ്കിൽ മാത്സിലും സാരമായിട്ടുള്ള ബുദ്ധിമുട്ട് കാണിക്കും. താരേ ജമീൻ പർ സിനിമ കണ്ടിട്ടുണ്ടോ? ലേണിംഗ് ഡിസോർഡർ ആണ്. കണ്ടിട്ടുണ്ടോ താരേ ജമീൻ പർ? കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സിനിമയൊക്കെ ആട്ടോ. നിർബന്ധമായിട്ടും കോളേജ് പൂട്ടിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ. നിങ്ങളുടെ PG തുടങ്ങുന്നതിനുള്ള സമയം വേസ്റ്റ് ചെയ്യരുത് കേട്ടോ. കാരണം നിർബന്ധമായിട്ടും ഒരു ഇന്റേൺഷിപ്പ് എങ്കിലും ചെയ്യാം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇപ്പം ഫുള്ളും എന്താ പറയാ വെറും തിയറി മാത്രമായിട്ട് ഇരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഓറിയന്റേഷന് വരണം. നമ്മളതിപ്പം ഏപ്രിലിൽ ഫിൽ ആയിട്ടുണ്ട്, മെയിൽ കുറച്ച് സീറ്റ് ഉണ്ട്, ജൂണിൽ ഇപ്പോഴേ നമ്മള് ഏപ്രിൽ ഫസ്റ്റില് നമ്മൾ ജൂണിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. ജൂണൊക്കെ നിങ്ങൾക്ക് ഒരു മാസം വെറുതെ ഇരിക്കുന്ന മാതിരിയായിരിക്കും. മെയിന് വെക്കേഷൻ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ പോകാനൊക്കെ ഉണ്ടാവും. പക്ഷെ ജൂൺ മാസമെങ്കിലും ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി നോക്കാം. പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാക്കാം. നമുക്ക് തിയററ്റിക്കൽ കിട്ടിയിട്ട് യാതൊരു കാര്യവും ഇല്ല. പ്രാക്ടിക്കൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ PG പഠിക്കാനും PG കഴിഞ്ഞ ഉടനെ ഒരു സൈക്കോളജിസ്റ്റ് ആവാനും നിങ്ങൾക്ക് പറ്റുള്ളൂ. നമ്മൾ മെയിൻ ആയിട്ടും ഇന്റേൺഷിപ്പ് കൊടുക്കുന്നത് ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് 1 month ആണ്. അതിൽ തെറാപ്പി, CBT ആൻഡ് ഫാമിലി തെറാപ്പി വരെ നമ്മൾ പഠിപ്പിക്കും. 5 ദിവസം മാനസ് മെന്റൽ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയും ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ മെന്റൽ പേഷ്യൻസുമായിട്ട് ഇടപഴകി കേസ് ഹിസ്റ്ററി എടുക്കാൻ ഫ്രം ദ ബിഗിനിങ്. നിങ്ങൾ വിചാരിക്കും ഡിഗ്രി ഒന്നും അറിയില്ല, പോരും, ധൈര്യമായിട്ട് പോരും. ഫ്രം ദ ബിഗിനിങ് ഒരു പേഷ്യന്റ് വരുന്നത് മുതൽ എങ്ങനെ ആ പേഷ്യന്റ് ഡീൽ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നമ്മളെ ഇന്റേൺഷിപ്പിന് വന്ന ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടോ? നമ്മളെ ഇന്റേൺഷിപ്പ് ഇതുവരെ 13 ബാച്ച് കഴിഞ്ഞു. സെലീന, ഹിബ, ഇവരോടൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്റേൺഷിപ്പ് എന്ന്. ഞാനൊന്നും പറയുന്നില്ല, ഇവരോട് ചോദിച്ചാൽ ഇവർ നിങ്ങൾക്ക് പറഞ്ഞുതരും വാട്ട് ദേ ഗോട്ട് ഫ്രം ഹിയർ. ആൻഡ് ഓൾസോ നമ്മുടെ അഫാസ് വെൽനസ് പേജ് ഫോളോ ചെയ്താലും മനസ്സിലാവും. നമുക്ക് 1 monthലേക്ക് 3999 ആണ്. അതിൽ തന്നെ ഇന്റേൺഷിപ്പ് കിറ്റ്, ഇന്റേൺഷിപ്പ് റിപ്പോർട്ട്, ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ ഇവിടെ 30 ദിവസം ചെയ്യുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്യിപ്പിക്കും. അതൊരു റെക്കോർഡ് ആക്കിക്കും. സോ നിങ്ങളൊരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഈ റെക്കോർഡ് മാത്രം, ഒരിക്കലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്താണ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നോ അല്ലെങ്കിൽ ലേണിംഗ് ഡിസോർഡർ എന്നല്ല, എന്താണ് തെറപ്പി, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു പേഷ്യന്റ് വന്നാൽ ഡീൽ ചെയ്യുക, ഒരു രോഗം എങ്ങനെയാണ് നിങ്ങൾ ഈ ഡിസോർഡർക്ക് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഈ വന്നിരിക്കുന്ന പേഷ്യന്റിന് ഏത് രോഗമാണെന്ന് ഡയഗ്നോസ് ചെയ്യാനാണ് ഈ ഡിസോർഡർ ഒക്കെ നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ ഈ ഡിസോർഡർ ആണെന്ന് മനസ്സിലാവണമെങ്കിൽ ഒരു പേഷ്യന്റുമായിട്ട് എങ്ങനെ സംസാരിക്കണം, അവരിൽ നിന്ന് എങ്ങനെ കാര്യങ്ങൾ അനുമാനിക്കണം. അത് 13 പേജാണ് നമ്മുടെ കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് വരുന്നത്. ഒരു പേഷ്യന്റിന് 13 പേജ് ടു 15 പേജുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കണം. അതിന് അത്രയും അവരുമായിട്ട് സംസാരിക്കുകയും ആ രീതിയിലുള്ള കാര്യങ്ങൾ എടുക്കുകയും വേണം. ഫുഡും സ്റ്റേയും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇന്റേൺഷിപ്പിന്റെ ഡീറ്റെയിൽസ് വിളിച്ചാൽ പറഞ്ഞുതരും. ബട്ട് നിങ്ങൾ എന്തായാലും ഞങ്ങളെ ജൂൺ ആവുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവരൊക്കെ കോളേജിലും സ്കൂൾസിലൊക്കെ പോകും. നിങ്ങൾക്ക് മിക്കവാറും ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്കെ ആവും PGയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ. സോ ജൂണിലെങ്കിലും നിങ്ങൾ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് PG കഴിയുമ്പോഴേക്കും വിഷൻ ഉണ്ടാവും. PG കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ എക്സ്പീരിയൻസ് വരാം. എക്സ്പീരിയൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ 3 പേരുണ്ട് സൈക്കോളജിസ്റ്റുകൾ നമ്മുടെ ഇന്റേൺഷിപ്പ് തന്നെ അറ്റൻഡ് ചെയ്തവർ. സോ ഇത് നിങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ ആണോ? അപ്പൊ അടുത്തത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണ്. പണ്ട് മെന്റൽ റിട്ടാർഡേഷൻ എന്നാണ് വിളിച്ചിരുന്നത്. എബവ് ആവറേജ് ഇന്റലിജൻസ് ഓർ മെന്റൽ എബിലിറ്റി, ലാക്ക് ഓഫ് സ്കിൽസ് നെസസറി ഫോർ ഡൂയിങ് ഡേ ടു ഡേ ലിവിങ്. കേട്ടോ, നിത്യജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാതിരിക്കുകയും എബോവ് ആവറേജ് IQ ഉള്ളവരെയാണ് നമ്മൾ ഇന്റലക്ച്വലി ഡിസേബിൾഡ് എന്ന് പറയാ. പീപ്പിൾ വിത്ത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ് ക്യാൻ ആൻഡ് ഡു ലേൺ ന്യൂ സ്കിൽ ബട്ട് ദേ ലേൺ ദം മോർ സ്ലോലി. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പക്ഷെ വളരെ സ്ലോ ആയിട്ടായിരിക്കും. They are varying degrees of intellectual disability from mild to profound. കണ്ടോ,
മൈൽഡ് ടു പ്രൊഫൗണ്ട് ആണ് വരുന്നത്. ഐക്യൂടെ ലെവൽ എന്തായാലും പഠിച്ചു വെച്ചിരിക്കാം. ആവറേജ് എന്താണ്? 100 ആണ്. 85 to 115 ആണ് ആവറേജ്. അതായത് പറയാം, അതായത് ആവറേജിൽ താഴെ ഐക്യു കണ്ടോ 70 to 75 താഴെ വരിക. ഒരു ആവറേജ് ഐക്യു എന്ന് പറയുന്നത് 100 ആണ്. പക്ഷെ 85 മുതൽ 115 വരെ ഒരു ആവറേജ് ലെവലായിട്ടാണ് കണക്കാക്കുക. 70 to 75 താഴെയാണ് നമുക്ക് എന്ത് വരുന്നത്? ഐക്യു വരുന്നത്. അതുപോലെ നിത്യജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, സ്കില്ലൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ID എന്ന് പറയുന്നത്. നമ്മള് മന്ദബുദ്ധി എന്നൊക്കെ വിളിച്ച് പണ്ട് പറയുന്ന ആ സാധനം, അതായത് അവർക്ക് മന്ദബുദ്ധിയാണ്, പൊട്ടനാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് കളിയാക്കുന്നത്, അല്ലെങ്കിൽ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ. അതായത് ഐക്യു കുറവായിരിക്കും, നിത്യജീവിതത്തിലെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടും ഉള്ളതിനാണ് എന്തെന്ന് പറയാ? ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയാം. മെയിൻ ഒരു ക്രൈറ്റീരിയ വളരെ ആവറേജിൽ താഴെ ആയിരിക്കും ഐക്യു. 70 to 75 താഴെ ആയിരിക്കും ഐക്യു ഉണ്ടാവുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? IDയുടെ DSM-5 ക്രൈറ്റീരിയ എന്തായാലും പഠിച്ചു വെക്കുക. ഡെഫിസിറ്റ് ഇൻ ഇന്റലക്ച്വൽ ഫംഗ്ഷനിങ് വരുന്നുണ്ട്, ഡെഫിസിറ്റ് ഓർ ഇമ്പയർമെന്റ് ഇൻ അഡാപ്റ്റീവ് ഫംഗ്ഷനിങ്. കേട്ടോ, ഐക്യൂലും ബുദ്ധിമുട്ട്, അതുപോലെ അഡാപ്റ്റീവ് നിത്യജീവിതത്തിലെ ഫംഗ്ഷനിങ്ങിലും ബുദ്ധിമുട്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ബുദ്ധിമുട്ട്. നിത്യജീവിതത്തിലെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരാരെങ്കിലും സെക്ഷൽ അബ്യൂസ് ചെയ്താൽ പോലും അവരൊന്നും നമ്മളോട് പറയില്ല, അതറിയില്ല അവർക്ക്. സോഷ്യൽ സ്കിൽസ് ഉണ്ടാവില്ല, മറ്റൊരാളുടെ വിഷമം, സങ്കടം, പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ സ്കിൽസ് ഉണ്ടാവില്ല. അതുപോലെ പേഴ്സണൽ ഇൻഡിപെൻഡൻസ് അറ്റ് ഹോം ഓർ ഇൻ കമ്മ്യൂണിറ്റി സെറ്റിംഗ്സ്, ഒരു പേഴ്സണൽ ഇൻഡിപെൻഡൻസ് അവർക്ക് ഉണ്ടാവില്ല. എപ്പോഴും ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കണം. ഗൈഡൻസ് ഇല്ലാണ്ട് ടാസ്ക് ചെയ്യാൻ പറ്റില്ല. സ്കൂളിലും വർക്ക് ഫംഗ്ഷനിലും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ട് കാണിക്കും. ഇതാണ് IDയുടെ മെയിൻ ആയിട്ട്. കോസൽ ഫാക്ടർ ഒത്തിരി ഉണ്ട്. മെയിൻ ആയിട്ടും ജനറ്റിക് കണ്ടീഷൻ ആണ്. പിന്നെ പ്രോബ്ലംസ് ഡ്യൂറിങ് പ്രഗ്നൻസി പറയുന്നുണ്ട്, പ്രോബ്ലംസ് അറ്റ് ബർത്ത് പറയുന്നുണ്ട്. ഇനി എക്സ്പോഷർ ടു സർട്ടൻ ടൈപ്സ് ഓഫ് ഡിസീസ് ഓർ ടോക്സിൻസ്, അയഡിന്റെ ഡെഫിഷ്യൻസി കാരണം വരാം, മാൽ ന്യൂട്രീഷൻസ് കാരണവും വരാം. ഇതാണ് ഐക്യൂന്റെ ക്ലാസിഫിക്കേഷൻ. കണ്ടോ, മൈൽഡ് ആണ്. 85% ID മൈൽഡ് ആണ്. കണ്ടോ, 50 to 59 ആയിരിക്കും അവർക്ക് എന്ത് വരാം? ഐക്യു വരാം. ഓക്കെ, അവർക്ക് 6ാം ക്ലാസ് വരെയുള്ള ഒരു വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടാവും കേട്ടോ. അവർക്ക് സെൽഫ് ഹെൽപ്പ് സ്കിൽ, ഒറ്റയ്ക്ക് ബാത്റൂം പോകാൻ സെൽഫ് ഹെൽപ്പ് സ്കില്ലും ഗുഡ് സ്പീച്ചും സെമി സ്കിൽഡ് വർക്കൊക്കെ ചെയ്യാം. എഡ്യൂക്കബിൾ ആണ്. മൈൽഡുകാര് എഡ്യൂക്കേറ്റ് ചെയ്യാം. ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് വിദ്യാഭ്യാസം, 10 വരെയൊക്കെ പഠിക്കും. 6ാം ക്ലാസ് 7ാം ക്ലാസ് ലെവലുള്ള വിദ്യാഭ്യാസം. മോഡറേറ്റ് 35 to 49% ആണ്. 10% ആളുകൾക്ക് മാത്രം മോഡറേറ്റ്. അവർക്ക് 2ാം ക്ലാസ് 3ാം ക്ലാസ് വരെ ഉള്ള വിദ്യാഭ്യാസം ഉണ്ടാവും. സാക്ഷരത ഇത്രേ ഉണ്ടാവുള്ളൂ. സെൽഫ് ഹെൽപ്പ് സ്കിൽസും ട്രെയിനബിൾ ആണ്. ഇവിടെ മോഡറേറ്റുകാർ ട്രെയിനബിൾ ആണ്. ഡൊമസ്റ്റിക് സ്പീച്ചും അൺസ്കിൽഡ് വർക്ക് വിത്ത് ഓർ വിത്തൗട്ട് സൂപ്പർവിഷൻ അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സിവിയർ വെറും 3% മാത്രമേ ഉള്ളൂ. 20 to 34 താഴെയായി 34 ഇവിടെ ഐക്യു. അസിസ്റ്റഡ് ഹെൽപ്പ് വിത്ത് സെൽഫ് ഹെൽപ്പ് സ്കിൽസ്, സെൽഫ് ഹെൽപ്പ് സ്കിൽ, അതായത് ബാത്റൂമിൽ പോവാ, പല്ലേക്ക് പോലും ആരെങ്കിലും അസിസ്റ്റൻസ് വേണം. മിനിമം സ്പീച്ചേക്കും അസിസ്റ്റഡ് ഹൗസ് ഹോൾഡ് കോഴ്സ്. പ്ലേറ്റ് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ വാരി തിന്നാം, അത്രയോ. പ്രൊഫൗണ്ടാർ എന്ന് പറയുന്നത് 20 താഴെയാണ് ഐക്യു. 1-2% ആൾക്കാർ മാത്രമുള്ളൂ പ്രൊഫൗണ്ട് ID. ബെഡ് റിഡൺ ആയിരിക്കും. സ്പീച്ച് വേർഡ്സ് മാത്രം അട്ടർ ചെയ്യുക. സെൽഫ് ഹെൽപ്പ് സ്കില്ല് ഉണ്ടാവാൻ വളരെ കുറവായിരിക്കും. സെൻസറി മോട്ടോർ, അത് കൈ ഒഴിഞ്ഞുവാ, കാല് ഒഴിഞ്ഞുവാ, ബെഡ് റിഡൺ, അതുപോലെയൊക്കെ ആയിരിക്കും. ഇതെന്തായാലും നോക്കി വെച്ചോളണം. 2 മാർക്കിന് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കുന്നുണ്ട്. 2 മാർക്കിന് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ID എന്താണെന്ന് എഴുതിയ ശേഷം, 4 സിവിയാരിറ്റി ഉണ്ടെന്ന് എഴുതിയ ശേഷം മാത്രം നമ്മൾ ചോദിച്ചത് എടുത്ത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഏകദേശം ഒരു ധാരണ കിട്ടിയോ അബ്നോർമലിന്റെ? എനിക്കൊരു റീഇൻഫോഴ്സ്മെന്റ് തന്നേ. ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടിയോ? എല്ലാരും പറഞ്ഞേ. അപ്പം മൂഡ് ഡിസോർഡറിന്റെ വീഡിയോ കൂടി ഞാൻ ഇട്ടുതരാം, കാണാൻ. നന്നായിട്ട് പഠിക്കുക. നാളെ നമുക്ക് സോഷ്യലിന്റെ റിവിഷൻ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. ഡെവലപ്മെന്റ് കുറച്ചുകൂടി ഉണ്ട്. അത് നമുക്ക് ഡെവലപ്മെന്റ് ഇടയിൽ ഒരു ദിവസം വരുന്നുണ്ടല്ലോ, അന്ന് എടുക്കാം. നാളെ സോഷ്യൽ എടുക്കാം. അപ്പോ hope the class was productive and informative. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരെ it's me, Abdullah, signing off. Bye and take care.